ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ലഹരിയുടെ വേരറുക്കുക എന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെ അതിൽ പ്രതികളായി നിൽക്കുന്ന ഗൗരവതരമായൊരു സാഹചര്യമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലാകാരന്മാർ, പ്രത്യേകിച്ചും സിനിമാ താരങ്ങളടക്കം അതിൽ പ്രതികളാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ നമുക്കറിയാം, എത്രയോ നാളുകളായി ചർച്ച ചെയ്യുന്നു. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും തന്നെയാണ്. അവരെ ഇന്ന് ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഇന്ന് ചോദ്യം ചെയ്യുക. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഷാജി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോദ്യമുനയിലേക്ക് ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഇന്ന് എത്തുന്നു എന്നതാണ്. കാരണം ഈ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരായി നിൽക്കുന്ന രണ്ട് താരങ്ങൾ ഇവർ തന്നെയാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവിലും ഇവരുടെ പേരുകളാണ് ഏറ്റവും കൂടുതൽ കേട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് ഇരുവരും ആലപ്പുഴ എത്താം എന്ന് പറഞ്ഞിരിക്കുന്നത്, നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നും മറ്റ് 3 പേർ കൂടിയുണ്ട്. ബിഗ് ബോസ് താരമുണ്ട്. ഇങ്ങനെ പല മേഖലകളിലും ഉള്ളവരുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്സൈസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരൊക്കെ തന്നെ ഇതിൽ പങ്കാളികളായിരുന്നു എന്ന് വ്യക്തമായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിനായിട്ട് എക്സൈസ് സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം ഈ 5 പേരും ആലപ്പുഴ എക്സൈസ് ഓഫീസിലെത്താനാണ് നോട്ടീസ് നൽകിയത്. 10 മണിയോടെ എക്സൈസ് ഓഫീസിലെത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ഒപ്പം തന്നെ ബിഗ് ബോസ് താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഈ തസ്ലീമ സുൽത്താനയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് ബന്ധം? ഈ മരുന്ന്, അതായത് കഞ്ചാവ് വാങ്ങി എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ചാറ്റുകൾ തസ്ലീമ ഡിലീറ്റ് ചെയ്തത് എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേക ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിയാണ് അന്വേഷണ സംഘം ഇവരെ കാത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ ആരോപണങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും അപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തിൻ്റെ മുൻപിലേക്ക് സിനിമാ താരങ്ങൾ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ സ്വാഭാവികമായ ആകാംക്ഷ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഷാജി സംസാരിച്ചു തുടങ്ങിയത്. ഷാജി, വലിയ ആകാംക്ഷ നമുക്ക് എല്ലാവർക്കുമുണ്ട് ഈ കേസ് ഇന്നിപ്പോൾ വരുമ്പോൾ. ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഇത് ആദ്യമായിട്ടാണല്ലോ നിയമ സംവിധാനത്തിന്റെ മുൻപിലേക്ക് ഈ കേസിൽ ഇവർ എത്തുന്നത്. തീർച്ചയായിട്ടും മനു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. കാരണം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ 1-2 പേരുകൾ ഏത് കേസുകൾ വന്നാലും അത്തരം കേസുകളിലൊക്കെ തന്നെ ഷൈൻ ടോമിൻ്റെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും ഒക്കെ തന്നെ പേരുകൾ വരുന്നുണ്ട്. ഈ കേസിൻ്റെയും തുടക്കത്തിൽ അങ്ങനെ പേരുകൾ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവർക്കും ബന്ധമുണ്ട് എന്ന് വ്യക്തമായത്. ഇവരുടെ ഫോൺ കോളുകളും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളും ഒക്കെ തന്നെ പരിശോധിച്ചു. സിനിമാ മേഖലയിലേക്കാണ് ഇത് കൂടുതലായിട്ട് കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള തസ്ലീമ എക്സൈസിന് നൽകിയിരിക്കുന്ന മൊഴിയിലും പറയുന്നത്. അത് ശരിവെക്കുന്നത് തന്നെയാണ് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ. കാര്യം ഇവരെ കസ്റ്റഡിയിലെടുത്ത് 3 ദിവസം എക്സൈസ് ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. ഈ തെളിവെടുപ്പിലൊക്കെ തന്നെ എറണാകുളം ഭാഗം കേന്ദ്രീകരിച്ച് പല സ്ഥലങ്ങളിലായിട്ട് ഇത് സൂക്ഷിച്ചിരുന്നതിൻ്റെ തെളിവുകൾ ശേഖരിച്ചു, CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വരുന്ന ഈ സിനിമാ താരങ്ങളിൽ നിന്നും നിരവധി ചോദ്യങ്ങളാണ് എക്സൈസ് ലഭിക്കേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഇരുവരെയും ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ച് ഷൈൻ ടോമിനെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയെയും അതോടൊപ്പം തന്നെ മറ്റ് 3 പേർ കൂടി സിനിമാ മേഖലയിൽ നിന്നുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം റാക്കറ്റുകളുടെ പിടിയിൽ അകപ്പെട്ടവരുണ്ട്. അവരെ കൂടി എക്സൈസിന് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകുക. എന്തായാലും ഷാജി, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, നിലവിൽ ഷൈൻ ടോം ചാക്കോയോ ശ്രീനാഥ് ഭാസിയോ ഒന്നും ഈ കേസിൽ പ്രതികളല്ല, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളല്ല. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ സംശയാസ്പദമായ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇവരെ പ്രതി ചേർക്കാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ മുൻകൂട്ടി കാണേണ്ടതല്ലേ? അതല്ലേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വശമെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അത് നമുക്ക് ബോധ്യപ്പെട്ടത് കാര്യം ഈ കേസ് വന്ന ഉടൻ തന്നെ ഈ സിനിമാ മേഖലയിൽ ഈ ആരോപണ വിധേയരായവരൊക്കെ തന്നെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർക്ക് എത്രത്തോളം ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാര്യം എക്സൈസ് കൊടുത്തിരിക്കുന്ന നോട്ടീസിലും അത് പറയുന്നുണ്ട്. കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഉള്ള പങ്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇവർക്ക് കൂടുതൽ പങ്കാളിത്തമുണ്ട്, അല്ലെ ഇതിനു മുൻപും ഇത്തരത്തിൽ കഞ്ചാവുകളും അതോടൊപ്പം തന്നെ മയക്കുമരുന്നുകളും കൊണ്ടുവരുന്നത് വിതരണം ചെയ്യുന്നതിലൊരു കണ്ണി
പ്രധാന കണ്ണി ഇവരാണ് എങ്കിൽ ഈ കേസിൽ ഇവരും ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കേസിൽ കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇനി ഇവരെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലേക്കുള്ള ബന്ധങ്ങൾ കൂടുതൽ വ്യക്തമാകുകയുള്ളൂ. അതെന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഷാജി, ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരെത്താനുള്ള സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? രണ്ടുപേരും ഇന്ന് ഹാജരാകുമോ? അത് കഴിഞ്ഞ ദിവസം എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 3 ദിവസത്തിനുള്ളിൽ എക്സൈസ് ഓഫീസിൽ ആലപ്പുഴയിൽ ഹാജരാകാനാണ് എക്സൈസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ടേക്ക് തിങ്കളാഴ്ച എത്തിക്കോളാം എന്നുള്ള അറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും ഇന്ന് ചോദ്യം ചെയ്യാനായിട്ട് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. മൊത്തം 5 പേരാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഈ 3 പേരും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഏതായാലും ഒരുപാട് വിവരങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്നവരാണ്. ഇപ്പോൾ വിൻസിയുമായി ബന്ധപ്പെട്ട പരാതിയും കാര്യങ്ങളും ഒക്കെ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഷൈൻ ടോം ചാക്കോയ്ക്ക് അതിൽ നേരിടേണ്ടി വന്ന അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നമ്മുടെ മുൻപിലുണ്ട്. അതേസമയം തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കുകയും അതിലെ പ്രധാനപ്പെട്ട പ്രതിയായ തസ്ലീമയുമായി ഇരുവർക്കും ബന്ധമുണ്ട്, ഇരുവരിൽ നിന്നും കഞ്ചാവ് വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. അവരുടെ വാട്സപ്പിൽ ഇവരുമായിട്ടുള്ള ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. ആ രീതിയിൽ ശാസ്ത്രീയമായ അന്വേഷണം കൂടി നടക്കുന്നു.